everyone, welcome back to my YouTube channel. My name is Lijajun. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, വേറൊന്നുമല്ല, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പം എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേര് മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊന്ന് പറയാമോ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കാര്യമാണ് എക്സ്ക്ലൂസീവ്ലി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ലൈഫിൽ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ലെവലിലോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല. അവർ എത്ര റിസ്ക് എടുക്കുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് അച്ചീവിങ് വാട്ട് ദേ റിയലി വാണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ട്രിക്കാണ് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തികച്ചും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് നിങ്ങളോട് പറയാനുണ്ടാവും. അതിപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, അതുപോലെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ആവാം, ആങ്സൈറ്റി, ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. സോ അതിനെല്ലാമുള്ള സൊല്യൂഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഡെയിലി നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവേ. അപ്പം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്കറിയാം, പലർക്കും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പല യൂട്യൂബ് വീഡിയോസിൽ അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊടുക്കും, അവരത് ഫോളോ ചെയ്യും. ബട്ട് അവർക്ക് അതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ലെവൽ വളരെ ലോ ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഫോർ ദ ഫസ്റ്റ് ടൈം, എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വന്നിട്ടാണ് നമ്മളുടെ ഓരോ ഡിസൈസും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ചില ആൾക്കാർ വളരെ ലോ ഫ്രീക്വൻസി ആയിരിക്കും, അവരുടെ ആ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷനുമായിട്ട് ഇവരുടെ വൈബ്രേഷൻ ഒരു തരത്തിൽ മാച്ച് ആകത്തില്ല. എന്നിട്ട് ഇവർ അത് വേണം എന്നും പറഞ്ഞ് കുറേ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും, ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് നോ റിസൾട്ട്. അങ്ങനെ വരുമ്പം ദേ ഗെറ്റ് അപ്സെറ്റ്. അപ്പോൾ അവർ പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്കിംഗ് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ഓക്കെ അല്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അവർ സെൽഫ് ക്രിറ്റിസിസംസ് ഒക്കെ നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ലെവൽ ഹയർ ആക്കിക്കൊണ്ട് വരിക. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? ഇതിനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ആരോട് പറയണം? ടു ദ യൂണിവേഴ്സിനോട് പറയാം. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ഒരു ശക്തിയോട് പറയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇപ്പം നിങ്ങൾക്ക് ഒരാളൊരു ചോക്ലേറ്റ് കൊണ്ട് തരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു പറയത്തില്ലേ? അതേപോലെ തന്നെ നമ്മുടെ പാരൻസ് എന്തെങ്കിലും തരാണെങ്കിൽ താങ്ക് യു നമ്മൾ പറയത്തില്ലേ? യെസ്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് അവർ നമുക്ക് ചെയ്തു തരുന്ന ഓരോ ഫേവേഴ്സിനും നമ്മൾ താങ്ക്സ് പറയണം. നമ്മളുടെ യൂണിവേഴ്സിന്, നമുക്കുള്ള നമ്മുടെ ബോഡി ഹെൽത്ത്, നമ്മുടെ കണ്ണിൻ്റെ സൈറ്റ്, അതുപോലെ നമ്മുടെ കേൾവി ശക്തി, നമ്മുടെ ഓരോ കാര്യത്തിനും, അതുപോലെ നമുക്ക് ഇപ്പോൾ പാട്ട് പാടാൻ അറിയെങ്കിൽ അത് നല്ലൊരു ഡാൻസറാണ് നിങ്ങളെങ്കിൽ അതിനുള്ള എബിലിറ്റീസ് എല്ലാത്തിനും യു ഹാവ് ടു സേ താങ്ക്സ് ടു ദ യൂണിവേഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊരു താങ്ക്സ് പറഞ്ഞ് ഒരു ഹാപ്പിനെസ് നമ്മൾ എൻജോയ് ചെയ്യണം, ഫീൽ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ട്, ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമുക്കിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് തരുന്ന ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. മനസ്സിലായോ? ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും, വാട്ട് എവർ, എന്ത് ടൈപ്പ് ഓഫ് ബോക്സ് നിങ്ങൾക്ക് എടുക്കാം. ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലെ നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു ബോക്സിൽ നിങ്ങൾ ഓരോ ദിവസവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് തോന്നുന്നു, ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞു പീസ് ഓഫ് പേപ്പറിൽ നിങ്ങൾ എഴുതി അതിനകത്തിൽ നിങ്ങൾ ഇട്ട് വെക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് നമ്മളിത് എഴുതി ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എഴുതുമ്പം അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. യൂണിവേഴ്സിന് കുറച്ചും കൂടി അതിലേക്ക് യൂണിവേഴ്സൽ പവർ സെൻഡ് ചെയ്യാനും അത് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ഓഫ് പേപ്പറിൽ, ഫോർ എക്സാമ്പിൾ ഇന്ന് എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കൂടുതൽ സമയം പഠിച്ചു, അതുപോലെ ഇന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇന്ന സാധനം ഗിഫ്റ്റ് തന്നു, താങ്ക് യു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന ആളിനോട് കുറേ നേരം സംസാരിച്ചു, ഇന്ന ആൾ എന്നെ കോൾ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നല്ലൊരു ദിവസം എൻജോയ് ചെയ്തു, ഇന്ന് ഞാൻ അവിടെ പോയി ഇന്ന സാധനം വാങ്ങിച്ചു, എനിക്കിന്ന് കുറച്ച് ക്യാഷ് കിട്ടി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ദിവസം സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് എഴുതി ആ ഒരു ബോക്സിലിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ബോക്സ് നിറഞ്ഞ് ഫില്ലായി വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു പലർക്ക് സംശയം ഉണ്ടാവും. മേ ബി ചിലവരത് കത്തിച്ച് കളയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് സെറമണി ആയിട്ടൊക്കെ നടത്താം. നിങ്ങളുടെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് ബേണിംഗ് സെറമണി എന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കത്തിച്ച് കളയുന്ന ഒരു സെറമണി നടത്താം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആരും അറിയാതെ തന്നെ കത്തിച്ച് കളയാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് കത്തിച്ച് കളയലാണ്. ബട്ട് ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിൽ നിറച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് എടുക്കാൻ നേരം എനിക്ക് ഒരു ബോട്ടിൽ കിട്ടാഞ്ഞിട്ട് ഞാനൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പെർഫ്യൂമിൻ്റെ ബോക്സാണ്. ഞാനിതിൽ ചുമ്മാ ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതിയിരിക്കുന്നത്. നേരത്തെ ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നു, അതിപ്പോൾ ഫില്ലായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 2 years ആയിട്ട് എഴുതുന്നുണ്ട്. ഇതിൽ കുറച്ചേ ഉള്ളൂ, ഇതിൽ ഈ ഒരു ലെവലിലേക്കേ ആയിട്ടുള്ളൂ, 2-3 കുറച്ച് ദിവസമായിട്ടുള്ളൂ. യെസ്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് എവിടെ പ്ലേസ് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ഹോസ്റ്റലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സീക്രട്ട് പ്ലേസും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് ലിവിങ് റൂമിലൊന്നും വെക്കാൻ ഞാൻ പറയത്തില്ല. ഇനി അതല്ല, നിങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ലിവിങ് റൂമിൽ വേണമെങ്കിൽ വെക്കാം. മനസ്സിലായോ? അപ്പം വേറെ ആരും വന്ന് ഇത് എടുത്ത് നോക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. അങ്ങനെ ആരും എടുത്ത് നോക്കാനൊന്നും അനുവദിക്കരുത്. ഇത് തീർത്തും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മളിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ.